24 ഡിജിറ്റൽ ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തൊടിയിലെ പൊന്ന് എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനാണ്. ഇന്ന് കൃഷിയിടങ്ങളിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൂവ കൃഷിയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നാം കാണാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിൽപ്പെട്ട തടത്തിൽ തോമസ് എന്ന കർഷകനാണ് കൂവ കൃഷിയിലൂടെ ആദായകരമായ വരുമാനം കണ്ടെത്തി ഇന്നും ഈ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത്. വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കൃഷി ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കൂവ കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് തോമസ് തടത്തിൽ. ചേട്ടൻ ഈ കൂവ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി? 20 വർഷത്തിന് മുകളിലായി. 20 വർഷത്തിന് മുകളിലായി. ഇതിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? മുമ്പ് തുടങ്ങി അത്യാവശ്യം കുറച്ച് കൂവയൊക്കെ അമ്മയൊക്കെ ഉള്ളപ്പോൾ അരച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടെത്തി എന്നുള്ളത് അറിഞ്ഞ് ആ മെഷീൻ ഞാൻ മേടിച്ചു. മെഷീൻ മേടിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ സൗകര്യമായിട്ട് തോന്നി, എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ അത് വെച്ച് കൂടുതലായിട്ട് അരച്ചെടുക്കാൻ തുടങ്ങി. അപ്പം പറമ്പിലുണ്ടായിരുന്ന കൂവകൾ കുറഞ്ഞു. അപ്പം വേറെ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്തു. പിന്നെ ശരിക്കും ഈ മിഷൻ വരുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം ഒരു തകരം എടുത്തിട്ട് ആ തകരത്തിലെ മുള്ള തറച്ചിട്ട് അതിൽ വെച്ച് അരച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10 കിലോ പൊടിയൊക്കെ ഒരു വർഷം എടുക്കുമായിരുന്നു. അത്രേ പറ്റുള്ളൂ. ഇപ്പം മിഷൻ വന്നാൽ പിന്നെ കൂടുതൽ അരച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇവിടെ വരുമ്പോൾ അരച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. കൂവ അഥവാ ഈസ്റ്റ് ഇന്ത്യൻ ആറോറൂട്ട് കേരളത്തിൽ തൊടിയിലെ പൊന്ന് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത്. കൂവയുടെ കിഴങ്ങ് ഒരു വിശേഷപ്പെട്ട ഭക്ഷണം കൂടിയാണ്. കൂവക്കിഴങ്ങിൻ്റെ നീരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കൂവപ്പൊടിയാണ് ഇതിൻ്റെ പ്രധാന ഉൽപ്പന്നം. പല ആരോഗ്യപാനീയങ്ങളിലും ഹെൽത്ത് ഡ്രിങ്കായി ഈ കൂവപ്പൊടി ചേർക്കാറുമുണ്ട്. കൂവപ്പൊടിയിൽ വെള്ളമോ പാലോ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി കഴിക്കുന്നത് അതിസാരത്തിനുള്ള ഉത്തമ ചികിത്സയായി പറയപ്പെടുന്നു. ഈ കൂവ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നടുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? മഴ ആരംഭത്തിൽ തന്നെ നടുക, ആരംഭിക്കുന്നതിന് മുമ്പ് നടുക. നട്ടിട്ട് അതിൻ്റെ അകത്ത് അധികം കാട് വളരാൻ സമ്മതിക്കരുത്. ഇതിന് വെട്ടിക്കളയുകയും ചെയ്യരുത്. അതെ അല്ലേ. ഇത് ശരിക്കും ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. അതെ അല്ലേ. തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. അതെ അല്ലേ. ഇതിൻ്റെ വളർച്ച എത്ര കാലാവധിയാ? ജനുവരി ആകുമ്പോഴത്തേക്കും പറിക്കാം. അതായത് ഏത് മാസം നട്ടാൽ? മെയ് മാസം ഒടുവിൽ അല്ലെങ്കിൽ മെയ് മാസം ആദ്യം നട്ടാൽ ജനുവരിയിൽ നമുക്ക് വിളവെടുക്കാം. അതല്ലേ. ഇതിൻ്റെ വിത്തുണ്ട്, വിത്ത് എടുത്തിട്ട് നടാം. അതെ അല്ലേ. വിത്തും തടയൊക്കെ നടാം. അതെ അല്ലേ. തടയാണ് അരയ്ക്കാൻ എടുക്കുന്നത്, വിത്ത് നമുക്ക് നടാനായിട്ട് എടുക്കാം അല്ലേ. നട്ട് കഴിഞ്ഞാൽ 1.5 കൊല്ലമാണ് എടുക്കേണ്ടത്. അപ്പം കൂടുതൽ വലുതായിട്ട് കിട്ടും. എല്ലാ വർഷവും പറ്റില്ല. 1.5 വർഷം എടുക്കുകയാണ് നല്ലത്. അതെ. എന്നാൽ കൂടുതൽ വലിപ്പമുള്ള തട വിത്ത് കിട്ടും. ഇതിൻ്റെ വിത്ത് ഒരെണ്ണം പറിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? കാണിക്കാം. ഇപ്പോൾ ആയിട്ടുണ്ടാവോ? ഇത് ഇവിടെ മൊത്തം ഉണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ ഒരെണ്ണം പറിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? വെറുതെ വലിച്ചു പറിച്ചാൽ മതി അല്ലേ. ഇതാണല്ലേ. ഇത് വിത്ത്, ഇത് തട. അതാണ് തട. അതാണ് കുഴിച്ചു വെക്കേണ്ടത്. അല്ല, ഇതാ വിത്താണ് കുഴിച്ചു വെക്കേണ്ടത്. വിത്താണ് കുഴിച്ചു വെക്കേണ്ടത്. നമ്മൾ എടുക്കുന്നത് ഏതാണ്? തടയാണ്. ഈ വിത്ത് അവിടെ തന്നെ കുഴിച്ചു വെച്ചാൽ മതി. അതല്ലേ. ഓക്കെ. ഇതിൽ ഈ വിത്തിലാണ് ഈ മുള ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു മുള വന്നിരിക്കുന്നത്. ഇത് അടുത്ത തടയുണ്ടാവും ഇതേ. അതേലുണ്ടാവും. ഓക്കെ. ഇത് വെള്ളം സംഭരിക്കുന്ന ഒരു സംഭവം. ഇത് ഏത് വേനക്കും വെള്ളം സംഭരിച്ച് അവിടെ വെക്കും. വർഷകാലം ആകുമ്പോഴത്തേക്ക് ഇത് വളർന്നു. നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തെ വെള്ളം ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും. അതെ അല്ലേ. ഓക്കെ. ഇത് വേറൊരു തട അല്ലേ. തടയും വിത്തുണ്ടോ ഇതില്? തട അല്ലേ. ഇത് വളർന്നു വന്നിട്ട് ഇത് തടയായിട്ട് വരും. അതെ അല്ലേ. ഇത് ശരിക്കും പ്രായമായില്ലല്ലോ അല്ലേ? ഇല്ലില്ല.
അതുകൊണ്ടാണ് ഇത്ര ചെറുതായത്. ഓക്കെ. ജനുവരി ഒക്കെ ആവണം, പക്ഷേ കുറച്ചുകൂടെ വലുപ്പമാവും അല്ലേ? ഇത് ഒരു കിലോ കിട്ടാൻ എത്ര തട നമ്മൾ എടുക്കേണ്ടി വരും? 1 കിലോയ്ക്ക് 1 കിൻഡലിന് 8 കിലോ കിട്ടും. 1 കിൻഡലിന് 8 കിലോ. അങ്ങനെയാണ് കണക്ക്. ഇതിൽ തന്നെ 1 കിലോ ഉള്ള വിത്തുകൾ തടകൾ തന്നെ കിട്ടും നമുക്ക്. ഉണ്ടാവും അല്ലേ? ചില ഭാഗത്തൊക്കെ ഉള്ളത് വലുതായിരിക്കും അല്ലേ? വലുതായിരിക്കും. 1 കിലോ ഉള്ളത് കിട്ടും. അപ്പോൾ 8 കിലോ 1 കിൻഡലിന് 8 കിലോ കിട്ടും. അങ്ങനെയാണ്. അതൊരു നീലക്കൂവ എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ 10 കിലോ കിട്ടും. 10 കിലോ കിട്ടും. അതിൻ്റെ വിത്ത് ഒടിക്കുമ്പോൾ ഒരു നീല കളറുണ്ട്. നീല കളറുണ്ട്. ഈ കൂവ എത്ര തരങ്ങളുണ്ട്? കൂവ 3 തരമാണ് എനിക്ക് അറിയാവുന്നത്. 3 തരം. ഒന്ന് നീലക്കൂവ, മഞ്ഞക്കൂവയാണിത്. ഇത് മഞ്ഞക്കൂവയാണ്. മഞ്ഞക്കൂവ. പിന്നെ ഒരു വിലാത്തിക്കൂവ എന്ന് പറയാം, ആരോറൂട്ട്. അത് ക്യാരറ്റിൻ്റെ കിഴങ്ങ് പോലെ ഉണ്ടാവും. ഇതേപോലത്തെ കിഴങ്ങല്ല? അല്ലല്ല, നീളത്തിൽ ക്യാരറ്റ് പോലെ ഇരിക്കും, നീളമുള്ളത്. അതിൻ്റെ പൊടി ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലല്ലേ? ഏറ്റവും നല്ലത് ഏതാ? മഞ്ഞക്കൂവയാണോ? നല്ലത് മഞ്ഞക്കൂവയും നീലക്കൂവയും നല്ലതാണ്. അതെ അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നീലക്കൂവയും മഞ്ഞക്കൂവയും തമ്മിൽ? നീലക്കൂവയുടെ പ്യുവർ വൈറ്റ് ആയിരിക്കും. വൈറ്റ് ആയിരിക്കും പൊടി. ഇതൊരു ചെറിയ മഞ്ഞ കളർന്ന പൊടിയായിരിക്കും അല്ലേ? ഓക്കെ. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളും ഉണ്ടോ? പ്രത്യേകിച്ച് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിത് പറിക്കുന്ന അവസരത്തിൽ ഒരു വിത്ത് അവിടെ ഇട്ടാൽ മതി, ആ കുഴിക്കകത്ത് ഇട്ടിട്ട് മൂടിയാൽ മതി. അതല്ലേ? അപ്പോൾ അത് പിന്നെ കൂവയായിട്ട് വളർന്നു വന്നു. പ്രത്യേകിച്ച് നമ്മൾ കൂലി പണിക്കാരെ കൊണ്ടൊന്നും പണിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് കുഴിച്ചിടുമ്പോൾ ഇതിൻ്റെ തടവെടുക്കേണ്ടിയൊക്കെ അതെങ്ങനെയാണ്? തടവെടുക്കണമെന്നില്ല. ഇല്ല. ഈ പറിക്കുമ്പോൾ ഒരു വിത്ത് അവിടെ തന്നെ ഇട്ടേക്കുക, ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. അല്ല, നമ്മൾ ആദ്യമായിട്ട് തടവെടുത്ത് നടണമെങ്കിൽ അങ്ങനെ ആടാം, അല്ലെങ്കിൽ വെറുതെ കുത്തി കുഴിച്ചിട്ടാൽ മതി. വെറുതെ ഒരു കുഴിയെടുത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് മൂടിയാൽ മതി അല്ലേ? കൂവയുടെ ഉത്ഭവസ്ഥാനം അമേരിക്കയാണ് എന്നാണ് പറയപ്പെടുന്നത്. കൂവയുടെ കൃഷി ഉഷ്ണമേഖലാ രാജ്യങ്ങളിലൊക്കെയും വ്യാപിച്ചു കിടക്കുന്നു. ഈർപ്പമുള്ളതും നല്ല ചൂടുള്ളതുമായ കാലാവസ്ഥയിലാണ് കൂവ നന്നായി വളരുന്നത്. കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും കൂവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. കൂവ ഏകദേശം 7 മാസം ആകുമ്പോഴേക്കും വിളവെടുക്കുവാനും സാധിക്കും. തൊടിയിലെ പൊന്നെന്നാണ് പറയുന്നത് അല്ലേ? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ കൂവയുടെ? ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രോഗമുള്ളവർക്ക് ഇത് കൊടുക്കുകയാണെന്നില്ല, ക്ഷീണത്തിന് കുറവ് കിട്ടും. അതെ. അതുപോലെ തന്നെ ഈ ഡിസെൻട്രി, വയറിളക്കം, ഛർദി ഇതൊക്കെ ആയി വരുന്ന രോഗികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശമനം വരുന്ന കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മൾ കാച്ചി പൊടിയിട്ട് വെള്ളം കാച്ചി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീണത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ഓക്കെ. ORSന് പകരമായിട്ട് ഇത് കഴിക്കുന്നത് കുഴപ്പമില്ല. അതെ. ഈ ഒരു പൊടി നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നാൾ? 10 വർഷം വരെ നമുക്കിത് ടിന്നിലടച്ച് സൂക്ഷിച്ചു വെക്കാം. വായു കയറരുത്. ഒരു കേടും വരികയില്ല. നമ്മളിത് ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ശരിക്കും? കൂവ പറിച്ച് അതിൻ്റെ വേര് കട്ട് ചെയ്യുക, എന്നിട്ട് കഴുകിയിട്ട് ഒരു മെഷീനുണ്ട്, ആ മെഷീൻ്റെ അകത്തിട്ട് അരച്ചെടുക്കുക. 1 കിൻഡൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അരച്ചെടുക്കാം. അതിന് ശേഷം അതൊരു പാത്രത്തിലെടുത്തിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി നമ്മളൊരു വലിയ ബീപ്പയോ അല്ലെങ്കിൽ അലുമിനിയക്കലോ അതിന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബക്കറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെ ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ നെറ്റിടുക, കൊതുക് നെറ്റ് അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ടിട്ട് അതിലേക്ക് ഇത് കലക്കി ഒഴിച്ചിട്ട് കുറേ വെള്ളവും കൂടി ഒഴിച്ച് കലക്കുക. അപ്പോൾ അതിൻ്റെ നീര് ഈ ബക്കറ്റിലേക്ക് അല്ലെ ബാരലിലേക്ക് വീഴും. അത് കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിളക്കി കഴിഞ്ഞിട്ട് ഇത് വേണം നമുക്ക് പിഴിഞ്ഞ് കളയാം. അടുത്തത് പിന്നെ അങ്ങനെ ചെയ്യാം, ഈ ബാരൽ നിറയുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ഇത് മറിക്കിപ്പോൾ ഇതിൻ്റെ പൾപ്പൊക്കെ അതിൻ്റെ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും, നല്ല ഉറച്ച അടി. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വെള്ളം ചേർത്ത് ഇളക്കി പിന്നെ അങ്ങനെ തന്നെ വെക്കുക. ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും മറിക്കാം. അങ്ങനെ പിന്നെ അത് അരിക്കണം, നേർത്ത തുണിക്കകത്തോ അല്ലെങ്കിൽ അരിപ്പേരോ അരിച്ചിട്ട് ഇതിൻ്റെ ഈ കൂട്ട് കേടായിട്ടുള്ള സംഗതികളൊക്കെ മാറ്റിയെടുക്കാം, കരടുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതുപോലെ വെള്ളം എടുത്തിട്ട് മറിക്കാം. അങ്ങനെ ഒരു 7 പ്രാവശ്യം വെള്ളം മറിച്ച് കഴിയുമ്പം അടിയിലുള്ള നല്ല പൊടിയായിരിക്കും. ആ പൊടി എടുത്തിട്ട്
നമുക്ക് ഡിഷിൻ്റെ അകത്ത് വെച്ച് ഉണങ്ങി അത് കഴിഞ്ഞ് അത് പൊടിച്ചിട്ട് നമുക്ക് പേപ്പറിലോ പേപ്പർ എന്ന് പറഞ്ഞാൽ ലാമിനേഷൻ പേപ്പറിലോ ഒക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. എത്ര ദിവസത്തെ ഉണക്ക് വേണം ഇതിന്? ഉണക്കൊരു നല്ല വെയിലാണെങ്കിൽ 3 ദിവസം 4 ദിവസത്തെ കണക്ക് കണ്ടിന്യൂ ഉണങ്ങണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ടിന്നിൽ അടച്ചു വെച്ചാൽ മതി അല്ലേ? ഈ കൂവപ്പൊടിക്ക് ഇപ്പം എത്രയുണ്ട് വില? ഇപ്പം 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതെ അല്ലേ? കിലോയ്ക്ക് 1000 രൂപ അല്ലേ? 1000 രൂപ. കൂവപ്പൊടി ആവശ്യമുള്ളവർ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അരച്ച് കൊടുക്കുന്നതാണെങ്കിൽ അവർ കൊണ്ടുവന്ന് അരച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതെ അല്ലേ? ഈ കഴിഞ്ഞ വർഷം ഈ കോവിഡ് കാരണം കുറേ ഉൽപ്പാദിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചിലവ് കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തീർന്നു ഇക്കൊല്ലത്തത്. അതെ അല്ലേ? ഓക്കെ. ഈ കൂവ കൃഷിക്ക് സാധ്യതകൾ ഇനി കൂടുതലുണ്ടോ? ധാരാളം ഉണ്ടല്ലോ. അതെ അല്ലേ? എങ്ങനെ അതിൻ്റെ വിപണനമൊക്കെ എങ്ങനെ? വിപണനം സ്വന്തമായിട്ട് കുറേ നമുക്ക് വിൽക്കാൻ സാധിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും. കമ്പനികളും എല്ലാം വന്ന് മേടിക്കുന്നുണ്ടോ? കമ്പനികളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ബൾക്കായിട്ട് കിട്ടണം. അതെ അല്ലേ? ഇതിന്റെ പുറകിൽ അധ്വാനം, നല്ല അധ്വാനമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വില കുറച്ച് അങ്ങനെ കൊടുക്കാനും പറ്റിയത്. അതെ അതെ. അപ്പോൾ എല്ലാവരും ഇത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭവനങ്ങളിലും ഇതുണ്ടാവും. ഒരു 10-20 കിലോ 25 കിലോ 100 കിലോ വീതം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും ഇത് ഒരു വീട്ടിൽ ഒരു കുറച്ചെങ്കിലും വേണമെന്നാണല്ലേ? ഒരു 5 കിലോ 10 കിലോ എങ്കിലും ഒരു വീട്ടിലുള്ളത് നല്ലതാണ്. അതെ അല്ലേ? കൊച്ചു കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത്. പ്രായമായവർക്കും പ്രായമായിട്ട് മരുന്നൊക്കെ കുടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റാഹാരങ്ങളൊന്നും കഴിക്കാനായിട്ട് വിഷമിക്കുന്നവരിത് ചോദിച്ച് മേടിക്കുന്നുണ്ട്. അതെ അല്ലേ? കാരണന്മാർ ചോദിച്ച് വന്നിട്ട് പിള്ളേരെ വിട്ട് മേടിപ്പിക്കുന്നുണ്ട്. അവർക്കത് താല്പര്യമുണ്ട്. ഇതെങ്ങനെയാണ് കുടിക്കേണ്ട രീതി? കുടിക്കേണ്ടത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് പൊടി 1 സ്പൂണോ 2 സ്പൂണോ ഇടുക. ഒരു ഗ്ലാസ്സിന് ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമാണോ പച്ചവെള്ളം എടുത്തിട്ട് കലക്കിയിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് പഞ്ചസാരയോ അല്ല പഞ്ചസാര ഇല്ലാതെ വേണേലും കുടിക്കാം. ശർക്കരയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇളക്കി കുടിക്കാൻ സാധിക്കും. ഇത് ഒരു ദിവസം ഇത്ര കുടിക്കാവുള്ളൂ അങ്ങനെ വല്ല കണക്കൊന്നുമില്ല. എത്ര കുടിച്ചാലും കുഴപ്പമില്ല. വയറിനൊരു കുഴപ്പമൊന്നുമില്ല. അതെ അല്ലേ? പിന്നെ അട ചുട്ട് തിന്നുന്നവരുണ്ട്. ഇത് പൊടിയുണ്ട്. അത് കുറേ അധികം സാമ്പത്തികമുള്ളത് കൊണ്ട് അത് ചിലപ്പം നടക്കാതെ പോകും. പൈസ കൂടുതലായതുകൊണ്ട് അല്ലേ? അതെ. അതിലും നല്ലത് ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത്. അല്ലെ അലുവ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ കുറുക്കുണ്ടാക്കുന്നവരുണ്ട്. തേങ്ങയൊക്കെ ഇട്ട് കുറുക്കുണ്ടാക്കും. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ നല്ലതാണോ? നല്ലതായത്. അതെ അല്ലേ? കാരണം ഒരു കാലത്ത് ഈ പൊടികളൊന്നും കിട്ടാതിരുന്ന ഒരു കാലത്ത് അന്ന് ഈ കൂവയായിരുന്നു പിള്ളേരുടെ ആശ്രയം. അതെ. പിള്ളേർക്ക് ഇത് കുറുക്കി കൊടുക്കുമായിരുന്നു. അന്ന് ടിൻ പൊടികളൊന്നും കിട്ടുകയില്ലായിരുന്നു. പാരക്സ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അന്ന് വിലയില്ലായിരുന്നല്ലോ അല്ലേ? വിലയില്ല. ആദ്യകാലങ്ങളിലൊക്കെ എത്ര ഉണ്ടായിരുന്നു? ആദ്യകാലങ്ങളൊക്കെ 30 രൂപ കിലോയ്ക്ക് 30. പിന്നെ അത് 300 500 ഇപ്പൊ 1000 ആയി. ഇപ്പൊ അതിലും കൂടുതലായ സ്ഥലങ്ങളും ഉണ്ട് അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഈ തൊടിയിലെ പൊന്നായ കൂവ കൃഷിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ഇനിയും നല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.